വെറും 4-5 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി തൻ്റെ മുൻജന്മത്തെക്കുറിച്ച് പറയുന്നു. അതെ, ശാന്തിദേവ് ജനിച്ചത് ഡിസംബർ 11, 1926 ഡൽഹിയിലാണ്. അവളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലായിരുന്നു ജനിച്ചു വളർന്നത്. അങ്ങനെ 4 വയസ്സായപ്പോൾ ആ കുട്ടി വിചിത്രമായ കാര്യം തൻ്റെ പാരൻസിനോട് പറയാൻ തുടങ്ങി. ഇതെൻ്റെ വീടല്ല, എൻ്റെ വീട് മധുരയിലാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് കേദാർനാഥ് എന്നാണ്. ഇത് അവൾ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ എന്തൊക്കെ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ, അവൾ പണ്ട് ജീവിച്ചിരുന്നത്, അവളുടെ പേര് ലുഗ്തി ദേവി എന്നായിരുന്നു. ജീവിച്ചിരുന്നത് മധുരയിലായിരുന്നു. അതുപോലെ ഒരു മകന് ജന്മം കൊടുത്തതിന് ശേഷം മരിച്ചുപോയി. അവളുടെ ഭർത്താവിന് തുണിക്കച്ചവടക്കാരനായിരുന്നു. ഇതും അവളുടെ വീടിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അവളുടെ പാരൻസിനോട് പറഞ്ഞു. പക്ഷേ തികച്ചും അവളുടെ വീട്ടുകാർ കരുതിയത് ഇതൊരു കുട്ടിക്കളിയായിട്ടാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടുള്ള ഒരു ടീച്ചർക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ അവർ മധുരയിലുള്ള കേദാർനാഥിന് ഒരു കത്തയച്ചു. തികച്ചും വ്യത്യസ്തമായിട്ട് അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞത് അയാളുടെ ഭാര്യയുടെ പേര് ലുഗ്തി ദേവി എന്നാണ്. തൻ്റെ മകന് ജന്മം കൊടുത്തതും അവർ 10 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു എന്നാണ്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. എന്നാലും ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് മറ്റൊരു ഐഡൻറ്റിറ്റിയിൽ ശാന്തിദേവിയുടെ മുന്നിലേക്ക് ഇദ്ദേഹം പോയി, കേദാർനാഥ്. പക്ഷേ ശാന്തിദേവി അദ്ദേഹത്തെ കണ്ടതും തിരിച്ചറിഞ്ഞ് ഓടി വന്നിട്ട് ഇതെൻ്റെ ഭർത്താവല്ലേ എന്നാണ് ചോദിച്ചത്. അവരെല്ലാം ഞെട്ടിപ്പോയി. ഈ സംഭവം ഇന്ത്യയിലാകെ വലിയ ചർച്ചയായി. മഹാത്മാഗാന്ധി ഇടപെട്ടിട്ട് 15 അംഗങ്ങളുള്ള ഒരു അന്വേഷണ കമ്മീഷനെ വരെ നിയമിച്ചു. അവർ ശാന്തിയെ മധുരയിലേക്ക് കൊണ്ടുപോയി. സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അവിടെ കണ്ടിട്ടുള്ള ഒരു വയസ്സായ ആളെ കണ്ടപ്പോൾ ശാന്തിദേവി വേഗം ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് തൊഴുതു. അത് കേദാർനാഥിൻ്റെ മൂത്ത ചേട്ടനായിരുന്നു. പിന്നീട് അവൾ തൻ്റെ പഴയ വീട്ടിലേക്ക് വഴികാട്ടിയായി തന്നെ മുന്നിൽ നടന്നു. വീട്ടിലെ രഹസ്യം അറിയൽ താൻ പണം ചുരുക്കൂട്ടി വെച്ചിരുന്നതെല്ലാം എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ലുഗ്തിദേവിക്ക് മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങളും അവൾ വിളിച്ചു പറഞ്ഞു. അന്വേഷണ സംഘം അവസാനം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ശാന്തിദേവിയുടെ കാര്യത്തിൽ പുനർജന്മം എന്നതല്ലാതെ മറ്റൊരു വിശദീകരണവും നൽകാൻ കഴിയില്ല എന്നതായിരുന്നു അത്. ലോക പ്രശസ്തനായിട്ടുള്ള റീഇൻകാർണേഷൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൺ ഉൾപ്പെടെയുള്ളവർ ഈ കേസ് പഠിച്ചു. ശാന്തിദേവി പിന്നീട് വിവാഹമൊന്നും കഴിച്ചില്ല. തൻ്റെ അവസാന ശ്വാസം വരെ പഴയ ഓർമ്മകളുമായാണ് അവൾ ജീവിച്ചത്. 1987 അന്തരിക്കുമ്പോൾ അവൾ ലോകത്തിന് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു.